ഇനി മലപ്പുറം എടവണ്ണപ്പാറയിലെ 17-കാരിയുടെ മരണത്തിൽ പ്രതിയായ കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിക്ക് കുരുക്കുമുറുകുന്നു. സിദ്ദിഖ് അലിക്കെതിരെ പെൺകുട്ടി അധ്യാപകൻ അയച്ച ശബ്ദ സന്ദേശം 24 ലഭിച്ചു. സഹായം അഭ്യർത്ഥിച്ച് അയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് പുറത്തു വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പുറത്തു കൊടുക്കാനുള്ളത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ആ വ്യക്തി വീണ്ടും കാണുക എന്നുള്ളത് പോലും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം പക്ഷേ ഈ ലീഗലി കേസ് കൊടുക്കണോ വേണ്ടോ എന്നത് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിംഗ് ഡോട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഞാൻ സാറോട് ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ സാറിന് റിലീജിയസ് സൈഡും കൂടെ സംസാരിച്ചല്ലോ. കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് സാറിന് 3 മക്കളാണ്. അപ്പം കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് അന്ന് പോലീസിൽ അറിയിക്കാതിരുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു. ആൺകുട്ടികളെയും പ്രതി പീഡനത്തിനിരയാക്കിയെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി കരാട്ടെ പരിശീലനത്തിന് പോയ കുട്ടിയുടെ മാതാവും ഇന്ന് രംഗത്തെത്തി. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് വരുന്നത്. ഒരുപക്ഷെ ആ അധ്യാപകരൊക്കെ ആ ഘട്ടത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലേ? തീർച്ചയായും ഗോകുൽ, പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ഈ അധ്യാപകൻ നൽകുന്ന ഒരു വിശദീകരണം കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് താൻ നിയമ നടപടികളിലേക്ക് കടക്കാൻ കുട്ടിയെ നിർബന്ധിക്കാതിരുന്നത് എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ, ഈ കുട്ടി മരിച്ച സംഭവത്തിൽ കരാട്ടെ മാസ്റ്റർക്കെതിരെ കൂടുതൽ തെളിവുകൾ, കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടി തൻ്റെ ഒരു അധ്യാപകൻ അയച്ച ശബ്ദ സന്ദേശമാണ്. ഈ ശബ്ദ സന്ദേശത്തിൽ കുട്ടി തന്നെ ഏത് രീതിയിലാണ് ഈ കരാട്ടെ മാസ്റ്റർ ഉപദ്രവിച്ചതെന്നും ഒപ്പം തന്നെ തൻ്റെ നിസ്സഹായാവസ്ഥയും വെളിപ്പെടുത്തുന്നുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിലുള്ള സഹായ അഭ്യർത്ഥന കൂടി ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ കുട്ടി നടത്തുന്നുണ്ട്. അതായത് കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വാട്സപ്പ് സന്ദേശത്തിലൂടെ കുട്ടി തൻ്റെ ഒരു അധ്യാപകനോട് ചോദിക്കുന്നത്. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് മറ്റ് നിയമ നടപടികൾക്ക് പ്രേരിപ്പിക്കാതിരുന്നത് എന്നാണ് നിലവിൽ അധ്യാപകൻ പറയുന്നത്. ഏതായാലും കൂടുതൽ ആരോപണങ്ങൾ, തെളിവുകൾ പുറത്തു വരികയാണ്. കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനുള്ള ഒരു നീക്കം കൂടി നിലവിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത്. ശരി അഭിജിത്ത്, ഏതായാലും ആ പെൺകുട്ടിക്ക് കൂടുതൽ മാനസിക പിന്തുണ നൽകിക്കൊണ്ട് കേസിന്റെ നൂലാമാലകൾ അല്ലെങ്കിൽ നിയമ നടപടികളുടെ നൂലാമാലകളെ കുറിച്ചല്ലായിരുന്നു അധ്യാപകൻ ചിന്തിക്കേണ്ടിയിരുന്നത്. ആ കുട്ടിക്ക് മാനസികമായ പിന്തുണ നൽകേണ്ടതായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നേനെ. ഏതായാലും സിദ്ദിഖ് അലിക്കെതിരെ പുറത്തു വരുന്നത് ഓരോന്നും ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ്.